മഴതോരും മുമ്പയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മനസ്സിൻ്റെ വിഷമം ആരോടെങ്കിലും ഒന്ന് പറഞ്ഞു തീർക്കാമെന്നു കരുതി അമ്മയുടെ അടുത്തെത്തിയ വൈജയ്ക്ക് അതിലേറെ വിഷമമാണ് അമ്മയുടെ നാവിൽ നിന്നും കേൾക്കുന്നത്. തൻ്റെ മകളെക്കുറിച്ച് മനസ്സിലാക്കാതിരുന്നത് താൻ മാത്രമാണ്. എല്ലാവരും അവൾ എന്താണെന്നും അവളുടെ നടപടികളൊന്നും ശരിയല്ലെന്നും മനസ്സിലാക്കിയതാണ്. അമ്മ പറഞ്ഞതും ശരിയാണ്. എന്നോട് പലപ്പോഴായിട്ട് അമ്മയും കൃഷ്ണമോളും അലീനയുമെല്ലാം അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. തൻ്റെ വാശിക്ക് പുറത്ത് അതൊന്നും ശ്രദ്ധിക്കാൻ തനിക്ക് സമയമുണ്ടായിരുന്നില്ല. അതിനെല്ലാം അപ്പുറത്തേക്ക് അമ്മ പറയുന്ന ആ വാക്ക് അതെന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. പക്ഷേ അത് പറഞ്ഞു നിർത്തിയതിന് ശേഷം അമ്മ ഒന്നും പറയുന്നുമില്ല. വൈജ വീണ്ടും അമ്മയോടായി ചോദിച്ചു, അമ്മ എന്താണ് നേരത്തെ പറഞ്ഞു വന്നത്? എന്താണ് എന്നിൽ നിന്ന് നിങ്ങളെല്ലാം വീണ്ടും മറച്ചു വെച്ചിരിക്കുന്നത്? എന്തിനാണ് അമ്മേ ഇനിയും എന്നോട് ഈ ഒളിച്ചുകളി? വൈജ വാ തോരാതെ അമ്മയോട് ചോദിച്ചുകൊണ്ടിരുന്നു. മുത്തശ്ശി പറഞ്ഞു, വൈജേ, ഏതൊരു മക്കളും തെറ്റ് ചെയ്യുമ്പോൾ ആദ്യം വിരൽ ചൂണ്ടുന്നത് അമ്മമാരിലേക്ക് തന്നെയായിരിക്കും. പക്ഷെ ഇവിടെ ബാലചന്ദ്രൻ്റെ വാക്കുകൾ നീ തന്നെ പറഞ്ഞില്ലേ, നിന്നെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ബബിതയെന്നല്ല, മക്കൾ ഏതു വഴിക്ക് തെറ്റ് ചെയ്യുമ്പോഴും അതിനെല്ലാം ഉത്തരവാദികൾ അച്ഛനും അമ്മയും തന്നെയാണെന്ന്. എന്നാൽ നിന്റെ അച്ഛനും ആങ്ങളമാർക്കുമൊന്നും ആ നോട്ടമുണ്ടായിരുന്നില്ല എൻ്റെ നേരെ. എന്തിനു പറയുന്നു, എൻ്റെ ആങ്ങളയ്ക്ക് പോലും ആ കാര്യത്തിൽ എന്നെ കുറ്റം പറയാനായിരുന്നു തിടുക്കം. നീ എൻ്റെ കൂടെ ഇല്ലാതിരുന്നിട്ട് പോലും നിന്റെ കാര്യങ്ങളെല്ലാം അവിടെ നിന്നും വിളിച്ചറിയിച്ചപ്പോൾ എന്നെയാണ് അവർ കുറ്റപ്പെടുത്തിയത്. ഇവിടെ ഈ കടപ്പാട്ടൂർ കിടക്കുന്ന ഞാനും അവിടെ ആഗ്രയിൽ കിടക്കുന്ന നീയും നിന്റെ അരികത്ത് ഇത്രയും മുട്ടനായ ഒരു ആങ്ങളയുണ്ടായിട്ട് പോലും നീ നിന്റെ വഴി തിരഞ്ഞെടുത്തിരുന്നു. എന്നിട്ടും ഇവിടെ എനിക്കായിരുന്നു വൈജയ് കുറ്റം മുഴുവനും. എൻ്റെ വളർത്തുദോഷമാണെന്നും 2-3 ആൺകുട്ടികൾക്കിടയിൽ ഒരു പെൺകുട്ടി ഉണ്ടായപ്പോൾ നിന്നെ ഞാൻ വാത്സല്യം കൂടിയാണ് നോക്കിയതെന്നും അങ്ങനെ എന്തൊക്കെയോ. ഒരിക്കൽ നിന്റെ അച്ഛൻ, ഇതുവരെയും സംഭവിച്ചിട്ടില്ലാത്തൊരു കാര്യം, നിന്റെ അച്ഛൻ എന്നെ അടിക്കുക പോലുമുണ്ടായി. ആ വാക്ക് കേട്ട് വൈജയ്ക്ക് വല്ലാത്ത വിഷമം തോന്നി. വൈജ അമ്മയുടെ കൈകൾ ചേർത്ത് പിടിച്ചു. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ അമ്മേ. ഇത് മാത്രമല്ല വൈജയെ സംഭവിച്ചത്. നീ തെറ്റായ രീതിയിൽ നടന്നതിനെല്ലാം ഉത്തരവാദി അമ്മയാണെന്ന് തന്നെയാണ് നിന്റെ സഹോദരങ്ങളും അച്ഛനും എൻ്റെ ആങ്ങളമാരായവരും എല്ലാം പറഞ്ഞത്. സഹിക്കവയ്യാതെ ഞാനൊരു മുഴം കയറിൽ എൻ്റെ ജീവിതം അവസാനിക്കാൻ തുനിഞ്ഞിറങ്ങി. ആ വാക്ക് കേട്ടതും വൈജയ്ക്ക് വല്ലാത്ത ഷോക്കായിരുന്നു അത്. വൈജ അമ്മേ എന്ന് അറിയാതെ തന്നെ വിളിച്ചുപോയി. അമ്മ പറഞ്ഞു, അന്നത്തോടെ എല്ലാം അവസാനിക്കട്ടെ, എന്നെക്കൊണ്ടുണ്ടായ ദുഃഖം എന്നോർത്ത് തന്നെയാണ് വൈജയെ ഞാൻ അതിന് തുനിഞ്ഞിറങ്ങിയത്. എന്നാൽ അന്നിവിടെ ഉണ്ടായ നമ്മുടെ വേലക്കാരിയില്ലേ, അവൾ അതെല്ലാം കാണാനിടയായി. അവൾ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കി. അതുകൊണ്ട് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. പെട്ടെന്ന് തന്നെ എല്ലാവരും കൂടി ഹോസ്പിറ്റലിൽ എത്തിച്ചു. പിറ്റേ ദിവസം തന്നെ ഡിസ്ചാർജ് ചെയ്ത് പോരാനും കഴിഞ്ഞു. ഒന്നും സംഭവിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആരും ഇതൊന്നും പുറത്ത് അറിഞ്ഞതുമില്ല. എന്നോട് ക്ഷമിക്കമ്മേ, എന്നോടിതൊന്നും ആരും പറഞ്ഞില്ല, ഞാനൊന്നും അറിഞ്ഞതുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വൈജ അമ്മയെ തൻ്റെ മാറോട് ചേർത്ത് കരയാൻ തുടങ്ങി. അമ്മ പറഞ്ഞു, എനിക്കതിൽ വിഷമമൊന്നുമില്ല വൈജ ഇപ്പോൾ. കാരണം അവർ പറഞ്ഞതൊക്കെ ഒരു തരത്തിൽ സത്യം തന്നെയായിരുന്നു. നിന്നെ ഞാൻ ഒരുപാട് ലാളിച്ചാണ് വളർത്തിയത്. എനിക്കൊരു താങ്ങും തണലുമായിട്ട് ഒരു മകളെ ദൈവം എനിക്ക് തന്നപ്പോൾ ആ മകളെ എന്നിലോട് ചേർത്തി തന്നെയാണ് ഞാൻ വളർത്തിയത്. പക്ഷേ എൻ്റെ കൂടെ നീ ഉണ്ടായിരുന്ന കാലത്തോളം നിന്നിൽ ഒരു മാറ്റവും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല വൈജയ്. അതെല്ലാം ഈ അമ്മയ്ക്ക് മനസ്സിലായിരുന്നു. എൻ്റെ കൈപ്പിടിയിൽ നിന്നും മാറിയപ്പോഴാണ് നിനക്ക് ഇങ്ങനെയൊരു മാറ്റം ഞാൻ മനസ്സിലാക്കിയത്. അന്നും നിൻ്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ തോന്നിയപ്പോൾ തന്നെ ഞാൻ ചോദിച്ചിരുന്നതാണ്, നിനക്കെന്താണ് ഇപ്പോൾ നിൻ്റെ സംസാരത്തിലും പെരുമാറ്റത്തിലുമൊക്കെ ഒരു മാറ്റം എന്ന്. ഒന്നുമില്ലെന്ന് പറഞ്ഞ് നീയും ഒഴിഞ്ഞു മാറി. എന്നിട്ട് എല്ലാം കൈവിട്ട് പോയപ്പോഴാണ് നീ എന്നെ വിളിച്ചൊരിക്കൽ പൊട്ടിക്കരഞ്ഞത്. ഓർക്കുന്നില്ലേ നീ? വൈജ ഒന്നും മിണ്ടാതെ നിന്ന് കരയുക മാത്രമായിരുന്നു. എന്നോട് പൊറുക്കമ്മേ, ഞാനതൊന്നും അന്ന് എനിക്കറിയില്ലല്ലോ അമ്മേ. എന്നാൽ ഇപ്പോൾ
ഞാൻ എല്ലാം മനസ്സിലാക്കുന്നുണ്ട്. എൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള എല്ലാ തെറ്റുകളും ഇപ്പോൾ ഈ അവസരത്തിൽ ഒരമ്മ എന്ന നിലയ്ക്ക് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എനിക്കെന്ത് ചെയ്യാൻ കഴിയും? എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാതെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ബബിതയോട് എനിക്കത് ചോദിക്കണ്ടേ അമ്മേ? മുത്തശ്ശി പറഞ്ഞു. ചോദിക്കണം വൈജേ, നീ അവളുടെ അമ്മയാണ്. നീ ഇതെല്ലാം അറിഞ്ഞിട്ടുണ്ടെന്ന് അവളെ ധരിപ്പിക്കുക തന്നെ വേണം. നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുകയും. ശരിയാണമ്മേ, അമ്മ പറഞ്ഞതാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് വൈജ മുത്തശ്ശിയുടെ റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി തൻ്റെ റൂമിലേക്ക് നടന്നു. തൻ്റെ റൂമിൽ ചെന്ന് ആ കട്ടിലിൽ ഇരുന്നു കൊണ്ട് വൈജ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു. തൻ്റെ ജീവിതം, തൻ്റെ കോളേജ് പ്രായം, അങ്ങനെയിരിക്കെ സമയം ഒരുപാട് കടന്നുപോയി. കൃഷ്ണമോളും ബബിതയും കോളേജ് വിട്ട് വീട്ടിലേക്കെത്തി. ബബിത വരാനെന്ന വണ്ണം കാത്തിരിക്കുകയായിരുന്നല്ലോ വൈജയന്തി. അവർ വന്ന ശബ്ദം കേട്ട് പുറത്തേക്കിറങ്ങി. അമ്മയുടെ നിൽപ്പ് കണ്ട് കൃഷ്ണമോളും ബബിതയും ഒരു നിമിഷം അമ്മയുടെ മുഖത്തേക്ക് നോക്കി. കൃഷ്ണമോള് ഒരു ചെറു പുഞ്ചിരി കാണിച്ചു. എന്നാൽ ബബിതയ്ക്ക് ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. കൃഷ്ണമോള് തൻ്റെ റൂമിലേക്കായി കടന്നു. ബബിതയെ അമ്മ അവിടെ നിൽക്കാനായി നിർദ്ദേശിച്ചു. ബബിതേ, നീ അവിടെ ഒന്ന് നിന്നേ. അമ്മയുടെ ശബ്ദം കേട്ട് കൃഷ്ണമോളും ഒരു നിമിഷം പതറിക്കൊണ്ട് തിരിഞ്ഞു നോക്കി. ബബിതയ്ക്ക് അമ്മയുടെ ആ ശബ്ദത്തിൽ അമ്മ എന്തൊക്കെയോ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഉറപ്പായിരുന്നു. എന്നാൽ ബബിതയിലുണ്ടായ മാറ്റം വൈജയന്തിക്ക് നേരെ ഉണ്ടായില്ലെന്ന് മാത്രം. ബബിത വളരെ ധൈര്യത്തോടു കൂടി തന്നെയാണ് വൈജയുടെ മുമ്പിൽ ചെന്ന് നിന്നത്. കാരണം അമ്മയ്ക്ക് മുമ്പിൽ അവൾ ഒരു തെറ്റും ചെയ്യാത്തൊരു സ്ത്രീയാണ്. അമ്മ ചെയ്തു വെച്ചെടുത്തോളമൊന്നും താൻ ചെയ്തിട്ടില്ലെന്ന പൂർണ്ണമായ വിശ്വാസം ബബിതയ്ക്കുള്ളതുപോലെ. ബബിതയുടെ അടുത്തേക്കായി വൈജ നടന്നു ചെന്നു. വൈജ ബബിതയോട് ചോദിച്ചു, നീ എന്തൊക്കെയാണ് ഈ കുടുംബത്തിൽ കാണിച്ചു കൂട്ടുന്നത്? ചോദിക്കാനും പറയാനും ആരുമില്ലെന്നാണോ നിന്റെ വിചാരം? ബബിത ഒരക്ഷരം പോലും പറയാതെ കുമ്പിട്ട് തന്നെ അവിടെ നിന്നു. നിനക്ക് നാണമില്ലേ? നീ ഒരിക്കലും അംഗീകരിക്കില്ലെന്ന് പറഞ്ഞ അലീനയെയും അവളുടെ പപ്പയെയും കൂട്ടുപിടിക്കാൻ? അലീനയുടെ കാര്യം പോട്ടെ എന്ന് വിചാരിക്കാം, നിന്റെ ചേച്ചിയാണല്ലോ. എന്നാൽ അയാളെ എങ്ങനെയാണ് നിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പ്രശ്നം വന്നപ്പോൾ വിളിച്ചു വരുത്തിയത്? നിനക്ക് എന്തിനും പോകുന്നൊരു അച്ഛനും അമ്മയുണ്ടെന്ന് നീ മറന്നുപോയോ? വൈജ എന്തൊക്കെ ചോദിച്ചിട്ടും ബബിതയിൽ നിന്നും തെല്ലൊരു വ്യത്യാസമില്ലെന്ന് മനസ്സിലാക്കി വൈജയ്ക്കാകെ ദേഷ്യം മരിച്ചു കയറി. വൈജ അവളെ തല്ലാനായി കൈപൊക്കിയതും ബബിത ആ കൈ തടുത്തുകൊണ്ട് പറഞ്ഞു, തൊട്ടുപോവരുതെന്നെ. എന്തവകാശത്തിൻ്റെ പുറത്താണ് നിങ്ങൾ എന്നെ ഈ ചോദ്യം ചെയ്യുന്നതും ഈ തല്ലാനായി കൈപൊക്കിയതും? അതിനുള്ള അവകാശമൊക്കെ ഞാനങ്ങ് നേരത്തെ എടുത്തു മാറ്റിയതാ. ഇന്ന് എനിക്ക് നേരെ അങ്ങനെ ചോദ്യം ചെയ്യാനും കൈ ഉയർത്താനുമുള്ള അവകാശം ഞാൻ എൻ്റെ അച്ഛന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. വൈജയന്തി പ്രതീക്ഷിക്കാതെ തന്നെയായിരുന്നു ബബിതയുടെ ആ തിരിച്ചുള്ള മറുപടി. ബബിതയുടെ ആ മറുപടിയിൽ താനൊന്ന് പതറിയെങ്കിലും ആ പതർച്ച മുഖത്ത് കാണിക്കാതെ തന്നെ ബബിതയോടായി പറഞ്ഞു, ഞാൻ നിന്നെ പ്രസവിച്ച അമ്മയാണ്. തൻ്റെ മകൾ തെറ്റിലൂടെ സഞ്ചരിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ ആ തെറ്റ് തിരുത്താനുള്ള ഉത്തരവാദിത്തം ഏതൊരമ്മയ്ക്കുമുണ്ട്. ഉണ്ടാവാം, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ആദ്യം ആ അമ്മയോട് തന്നെ ചോദിക്കണം, എനിക്കതിനുള്ള അവകാശമുണ്ടോ, അല്ലെങ്കിൽ ഞാൻ അതിന് യോജിച്ചവളാണോ എന്ന്. ആദ്യം പോയി അതൊന്ന് തീരുമാനിച്ചിട്ട് വരൂ, എന്നിട്ടാവാം എന്നെ ചോദ്യം ചെയ്യൽ. ഇതെല്ലാം കേട്ടു നിന്ന് കൃഷ്ണമോള് ബബിതയെ തടുക്കുന്നുണ്ട്. ചേച്ചി, എന്തൊക്കെയാണ് ഈ പറയുന്നത്? ചേച്ചിയല്ലേ പറഞ്ഞത് ഇനി ആരെടുത്തും കയർത്ത് സംസാരിക്കില്ലെന്ന്? കൃഷ്ണേ, വേണമെന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ ഈ പറയുന്നത്. എനിക്കിതൊക്കെ പറയാതിരിക്കാൻ കഴിയുന്നില്ല. ആ അലീന ഇവിടെ വന്ന് കയറിയ സമയം മുതൽ ഇവരെ നമ്മുടെയൊക്കെ ഉള്ളിൽ വിഷം നിറച്ച് തരികയായിരുന്നില്ലേ? അന്നൊക്കെ ഇവരറിഞ്ഞിരുന്നോ ഇവരുടെ മകളാണെന്ന്? എന്നിട്ടിപ്പോൾ എന്നോട് ചോദിക്കുന്നു എന്ത് ന്യായത്തിൻ്റെ പുറത്താണെന്ന് ആ അലീനയുടെ പപ്പയുടെ സഹായം തേടിയത്. എന്നോട് എൻ്റെ അച്ഛൻ തന്നെയാണ് പറഞ്ഞത് അവൾ നിങ്ങളുടെ ചേച്ചിയാണെന്ന്. അച്ഛൻ പറഞ്ഞപ്പോൾ എനിക്കത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ശരിയാണ്, കൃഷ്ണമോളുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് അലീന ചേച്ചി എൻ്റെ ഈ പ്രശ്നത്തിൽ ഇടപെട്ടതും ചേച്ചിയെ കൊണ്ട് മാത്രം നടക്കില്ലെന്ന് മനസ്സിലാക്കി ചേച്ചിയുടെ പപ്പയെയും ഇതിൽ പെടുത്തിയത്. എന്നാൽ
ഇപ്പോൾ ഈ നിമിഷം മുതൽ ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ആ ചേച്ചിയെ സ്നേഹിക്കുന്നത്, എൻ്റെ സ്വന്തമെന്ന് ഞാൻ വിശ്വസിക്കുന്നതും. വൈജ ബബിതയോടായി വീണ്ടും തുടർന്നു. ബബിതേ, നീ എൻ്റെ കഴിഞ്ഞുപോയ കാലം വിളിച്ചുകൂവി നിൻ്റെ തെറ്റുകളെ മൂടി വയ്ക്കാമെന്ന് നീ കരുതണ്ട. ഒരു നിമിഷത്തെ കൈപ്പിഴവ് കൊണ്ട് എന്തൊക്കെ സംഭവിക്കുമായിരുന്നുവെന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അലീനയും അവളുടെ പപ്പയും നിന്നെ സഹായിക്കാൻ വന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഈ കുടുംബം ഒരു ആത്മഹത്യക്ക് നിൽക്കേണ്ടി വരുമായിരുന്നില്ലേ? ഓ, അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ അതിനുള്ള സമയം എത്രയോ കഴിഞ്ഞുപോയെന്ന് അമ്മയ്ക്കറിയാമോ? അമ്മ ഒന്നും അറിയാതെ ആ ഹോസ്പിറ്റലിൽ ആ ബെഡിൽ അവിടെ അങ്ങനെ കിടക്കുകയായിരുന്നല്ലോ അല്ലേ? അമ്മയ്ക്ക് എന്തറിയാൻ? എല്ലാവരെയും കുറ്റപ്പെടുത്താൻ മാത്രം അറിയാം, അല്ലാതെ അതിനപ്പുറത്തേക്ക് ആരെങ്കിലും കുറിച്ച് നിങ്ങൾ ഞങ്ങളോട് എന്തെങ്കിലും ഒരു നല്ല വാക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ? അച്ഛൻ ചെയ്യുന്നതൊക്കെ നല്ലതാണ്, നിങ്ങൾ അച്ഛനെ വിശ്വസിക്കണമെന്നോ അല്ലെങ്കിൽ ആരെങ്കിലും കുറിച്ച് ഇതുവരെയായിട്ടും ഇല്ല. അങ്ങനെയുള്ള നിങ്ങളെ ഞങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? ബബിതയുടെ വാക്കുകൾ ഏറി വരും തോറും വൈജയ്ക്ക് വല്ലാത്ത വിഷമം തോന്നി. എന്നാൽ വൈജ തൻ്റെ ശക്തി മുഴുവനും എടുത്തുകൊണ്ട് ബബിതയോട് പറഞ്ഞു, നിർത്തടി, മതി, നിന്നോടാണ് ഞാൻ പറഞ്ഞത് നിർത്തിക്കോളാൻ. പിന്നെ ബബിത ഒന്നും മിണ്ടിയില്ല. എന്നാൽ വൈജയുടെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി കൊടുക്കാതെ തന്നെ ബബിത തൻ്റെ റൂമിലേക്ക് നടന്നുപോയി. കൃഷ്ണമോളും അമ്മയെ ഒന്ന് നോക്കിക്കൊണ്ട് അവളുടെ റൂമിലേക്കും. ആരോടും ഒന്നും പറയാൻ കഴിയാതെ വൈജയും അവിടെ ആ സോഫയിൽ തന്നെ ഇരുന്നു. വൈജ ഒരു നിമിഷം അമ്മ പറഞ്ഞ ആ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തുപോയി. ശരിയാണ്, ഏത് മക്കൾ തെറ്റ് ചെയ്താലും അമ്മമാർക്ക് തന്നെയാണല്ലോ എന്തു കുറ്റവും വരുന്നത്. ഈ അമ്മയും അതെല്ലാം കേൾക്കുക തന്നെ വേണം. ഒരു നിമിഷം തനിക്ക് തൻ്റെ മകളെക്കുറിച്ചും ഓർത്തുപോയി വൈജയന്തി. അലീനയെ ഒന്ന് സംസാരിക്കാൻ കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് ഒരുപാട് ആഗ്രഹിച്ചു പോയി. എല്ലാവർക്കും താങ്ങും തണലുമായി തന്നിലുണ്ടായ മകൾ ഇന്ന് തൻ്റെ മുമ്പിൽ നിന്നിട്ട് പോലും തനിക്ക് അവളെ ഒന്ന് കാണാനോ സംസാരിക്കാനോ കഴിയുന്നില്ലല്ലോ. എത്രയൊക്കെ അവളെ എതിർത്ത് പറഞ്ഞവളാണ് ഇപ്പോൾ പറഞ്ഞത് അവൾ എന്നും അവൾക്ക് ചേച്ചി തന്നെ ആയിരിക്കുമെന്നും തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് തൻ്റെ ചേച്ചിയാണെന്നുമല്ല. അതെല്ലാം കേൾക്കുമ്പോൾ ഇന്ന് തനിക്ക് സന്തോഷമുണ്ടെങ്കിലും തന്നിൽ നിന്നും മാത്രം അകറ്റി നിർത്താൻ എന്ത് തെറ്റാണ് താൻ ചെയ്തത്? തന്നോടെല്ലാവരും മരിച്ചു പോയി എന്നാണ് പറഞ്ഞത്, അല്ലാതെ വളർത്താൻ കൊടുത്തു ഇനി നീ സുഖമായി ജീവിച്ചോളൂ എന്നാരും പറഞ്ഞിട്ടില്ല. വൈജയന്തിക്ക് ഒരു നിമിഷം കൃഷ്ണമോളുടെ മുഖം മനസ്സിലേക്ക് വന്നു. വൈജ പെട്ടെന്ന് കൃഷ്ണമോളുടെ റൂമിലേക്കായി നടന്നു. കൃഷ്ണമോളോട് ചെന്ന് പറഞ്ഞു, മോളെ കൃഷ്ണേ, അമ്മയ്ക്ക് ഒരു സഹായം നീ ചെയ്തു തരാമോ? കൃഷ്ണ ഒരു നിമിഷം ആ മുഖത്തേക്കൊന്ന് തറപ്പിച്ചു നോക്കി. തന്നോട് അഭ്യർത്ഥിക്കാൻ മാത്രം എന്താണ് അമ്മയ്ക്ക് ഇത്ര വിഷമം? കൃഷ്ണ ആ ചോദ്യം അമ്മയോട് ചോദിച്ചു. എന്തിനാ അമ്മേ എന്നോട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നത്? അമ്മയ്ക്ക് എന്ത് സഹായമാണ് എന്നെക്കൊണ്ട് ചെയ്തു തരാൻ കഴിയുന്നത്? കൃഷ്ണ അതിശയത്തോടു കൂടി തന്നെ ചോദിച്ചു. വൈജ പറഞ്ഞു, മോളെ എനിക്ക് ചേച്ചിയെ ഒന്ന് സംസാരിക്കാൻ കിട്ടിയിരുന്നുവെങ്കിലെന്ന് വല്ലാതെ ആഗ്രഹിച്ചു പോവുകയാണ്. നീ അമ്മയ്ക്ക് ഒന്ന് ഹെൽപ്പ് ചെയ്യോ? നിൻ്റെ ഫോണിൽ നിന്ന് ചേച്ചിയെ ഒന്ന് വിളിച്ചു തരാമോ? അമ്മേ, അത് മാത്രം എന്നോട് ആവശ്യപ്പെടരുത്. എനിക്കത് ചെയ്തു തരാൻ കഴിയില്ല അമ്മേ. ഇനി ഞാനത് ചെയ്താലും ചേച്ചി അമ്മയോട് സംസാരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മോളെ, നീ ഒന്ന് വിളിച്ചു നോക്ക്. നിന്നെക്കൊണ്ട് പറ്റുന്നത് അതല്ലേ. പിന്നെ എന്നോട് അവൾക്ക് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട, അതിലെനിക്ക് വിഷമമില്ല. പക്ഷേ നീ വിളിച്ചു എന്നുള്ളൊരു സമാധാനം എനിക്ക് കിട്ടുമല്ലോ. കൃഷ്ണ ആകെ ആശയക്കുഴപ്പത്തിലായി. അച്ഛൻ പോലും ഇതറിഞ്ഞാൽ എന്താകുമെന്ന് ആലോചിച്ചിട്ട് കൃഷ്ണയ്ക്ക് വല്ലാത്ത ടെൻഷൻ തോന്നി. എന്നും തൻ്റെ ഇടത്തോട് കൂടി മാത്രമേ തൻ്റെ അമ്മയെ താൻ കണ്ടിട്ടുള്ളൂ. എന്നമ്മയാണ് ഇപ്പോൾ തൻ്റെ മുമ്പിൽ പോലും ഒരു റിക്വസ്റ്റുമായി വന്ന് നിൽക്കുന്നത്. അതാലോചിച്ചപ്പോൾ കൃഷ്ണയ്ക്ക് വല്ലാത്ത വിഷമം തോന്നി. കൃഷ്ണ അമ്മയോടായി പറഞ്ഞു, അമ്മേ, ഞാനത് ചെയ്യാം. പക്ഷേ എനിക്ക് ചേച്ചിയുടെ അനുവാദം വേണം. ചേച്ചിയുടെ സമ്മതത്തോടു കൂടി മാത്രമേ ഞാനത് ചെയ്യുള്ളൂ. ചേച്ചിക്ക് അമ്മയോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പിന്നെ അമ്മ എന്നോട് ആ കാര്യം പറഞ്ഞ് എൻ്റെ മുമ്പിൽ ഒരിക്കൽ പോലും വരരുത്. എനിക്കത് വല്ലാത്ത വിഷമം ഉണ്ടാക്കും. അതുകൊണ്ടാണ് അമ്മേ ഞാൻ പറയുന്നത്, അമ്മയ്ക്ക് എന്നോട് ബുദ്ധിമുട്ടൊന്നും തോന്നരുത് എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണ തൻ്റെ ഫോൺ കയ്യിലെടുത്ത് അലീനയുടെ ഫോൺ ഡയൽ ചെയ്യാൻ പോവുകയായിരുന്നു. ഇത് കേട്ട് തൻ്റെ റൂമിലേക്ക് കടന്നു വരികയായിരുന്ന ബബിത കൃഷ്ണയെ അലറിക്കൊണ്ട് വിളിച്ചു. കൃഷ്ണേ, നിനക്ക് ഇതുകൂടാതെ വേറൊരു പണിയുമില്ലേ? നിന്നോട് എന്താണ് ഇവിടെ ഉള്ളവരൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്? അവർക്കിപ്പോൾ ആരുമില്ലെന്നുള്ള വിഷമത്തിൽ ഇങ്ങനെ നടക്കുകയാണ്. അല്ലാതെ വേറെ ഒരു കുറ്റബോധം കൊണ്ടൊന്നുമല്ല ചേച്ചിയോട് സംസാരിക്കണമെന്ന് തോന്നുന്നത്. ആരും മര്യാദക്ക് അവരോട് സംസാരിക്കുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ ആരെങ്കിലേക്ക് ഒന്ന് വിളിക്കണമെന്ന് തോന്നിക്കാണും. അതുകൊണ്ടാണ്. അല്ലാതെ ചേച്ചിയോട് വിഷമം തോന്നിയിട്ടൊന്നുമല്ല ഇപ്പം നിൻ്റെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. വിഷമം തോന്നുന്നൊരു സ്ത്രീ, ഇങ്ങനെയൊരു സ്ത്രീയെ നീ ഇതുവരെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ കൃഷ്ണേ? നീയല്ലായിരുന്നോ അച്ഛൻ്റെയും ചേച്ചിയുടെയും ഏറ്റവും വലിയ പെറ്റ്? ആ നീ തന്നെയാണോ ഇപ്പോൾ ഇവർ വന്ന് കരഞ്ഞു പറഞ്ഞപ്പോഴേക്കും അച്ഛനെയും ചേച്ചിയെയും മറന്നുകൊണ്ട് ചേച്ചിയെ വിളിച്ചു കൊടുക്കാൻ പോകുന്നത്? ബബിതയുടെ ആ കടന്നു വരവ് ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല വൈജയന്തിയും കൃഷ്ണമോളും. അതുകൊണ്ട് തന്നെ അവർ ബബിതയെ തന്നെ നോക്കി അതിശയത്തോടു കൂടി നിൽക്കുകയായിരുന്നു. ഇനിയും താൻ അവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി വൈജയന്തി ഒന്നും മിണ്ടാതെ ആ മുറിക്ക് പുറത്തേക്ക് കടന്നു. വൈജയന്തിയുടെ ആ ഭാവം നമ്മളിലും വല്ലാത്ത വിഷമം ഉണ്ടാക്കുന്നുണ്ട്. കാരണം എല്ലാവരാലും ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് വൈജയന്തി. അവർ ചെയ്തു പോയ തെറ്റുകളൊക്കെ ആർക്കും പൊറുക്കാൻ കഴിയാത്തതാണെങ്കിലും അവരൊരു അമ്മയാണല്ലോ എന്ന് ഏതൊരു വ്യക്തിയും ചിന്തിച്ചു പോവുകയാണ്. അവർ പുറത്തേക്ക് കടന്നതിന് ശേഷം കൃഷ്ണമോള് ബബിതയോടായി പറയുന്നുണ്ട്, എന്തിനാ ചേച്ചി ഇത്രയ്ക്ക് വൈരാഗ്യം അമ്മയോട് കാണിക്കുന്നത്? അമ്മയുടെ മുഖഭാവം കണ്ടിട്ട് വല്ലാത്ത സങ്കടം തോന്നി എനിക്ക്. കൃഷ്ണേ, എനിക്ക് നിന്നോടൊരു ദേഷ്യവും ഇല്ല. അമ്മയുടെ വിഷമം കണ്ടിട്ടാണ് നീ ചേച്ചിയെ വിളിക്കാൻ പോയതെന്നും എനിക്കറിയാം. നീ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. അമ്മ അവിടെ ചെന്നിട്ട് പോലും ചേച്ചി ഒന്ന് മുഖം കൊടുക്കാതെ നിന്ന ആളാണ്. അയാൾക്ക് വേണ്ടിയിട്ടാണോ നീ ചേച്ചിയെ ഇപ്പോൾ ഫോൺ ചെയ്ത് കൊടുക്കാൻ പോയത്? എത്രയൊക്കെ വന്നാലും നമ്മുടെ അമ്മയല്ലേ ചേച്ചി. എന്തിനാ അമ്മയോട് ഇത്രയും വാശി കാണിക്കുന്നത്? എനിക്ക് കണ്ടിട്ട് സഹിക്കുന്നില്ല. ശരിയാ, നിനക്ക് സഹിക്കുന്നില്ല അല്ലേ? നീ എല്ലാം മറന്നേക്ക്. ഒന്ന് മാത്രം നീ ചിന്തിച്ചാൽ മതി കൃഷ്ണേ. അമ്മ ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ടും അച്ഛനോട് അമ്മ പെരുമാറിയിരുന്ന രീതി, അത് മാത്രം നീ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. എനിക്കതാണ് സഹിക്കാൻ കഴിയാത്തത്. അമ്മ ഓക്കെ ആയിരുന്നുവെങ്കിൽ എനിക്കതിൽ അമ്മയുടെ ഭാഗത്ത് തന്നെയല്ലേ ഞാൻ നിന്നിട്ടുള്ളൂ. അമ്മയ്ക്ക് ഇത്ര വലിയ തെറ്റ് സംഭവിച്ചിട്ടും അച്ഛനെ എത്രമാത്രം അമ്മ അടിച്ചമർത്തിയാണ് ഇട്ടിരുന്നത്. അച്ഛൻ അത്രയധികം അമ്മനെ സ്നേഹിച്ചിരുന്നത് കൊണ്ടല്ലേ അച്ഛൻ എല്ലാം സഹിച്ച് ഈ വീട്ടിൽ നിന്നിരുന്നതും അവർ നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നതും. എന്നിട്ടും അമ്മയുടെ തെറ്റുകൾ അമ്മ മറച്ചു വെച്ചുകൊണ്ടേയിരുന്നു. ഇവിടെ അലീന വന്ന് കയറിയപ്പോൾ മുതലുള്ള കാര്യങ്ങൾ നീ ഒന്ന് ആലോചിച്ചു നോക്ക്. അലീന ചേച്ചിയോട് അമ്മ എന്തൊക്കെയാണ് ചെയ്തിരുന്നത്? എന്നിലും രോഹിത്തേട്ടനിലൊക്കെ ആ വിഷം നിറച്ചതുപോലും അമ്മയല്ലേ. അതുകൂടാതെ തന്നെ അമ്മയ്ക്ക് അമ്മയുടെ പഴയ കാലം ഒന്ന് ചിന്തിക്കാമായിരുന്നല്ലോ. അങ്ങനെയായിരുന്നുവെങ്കിൽ അലീന അച്ഛൻ്റെ മകളാണെന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ അങ്ങനെ ഒരാളെ അംഗീകരിക്കാൻ മനസ്സ് കാണിക്കേണ്ടിയിരുന്നത് ഈ അമ്മ തന്നെയല്ലേ. എന്നിട്ട് അതൊന്നും പോരാതെ അച്ഛൻ്റെ കുറ്റങ്ങൾ മാത്രമായിരുന്നു അമ്മയുടെ കണ്ണിൽ. അതെല്ലാം മറക്കണമെന്നാണോ നീ പറയുന്നത്? എനിക്ക് കഴിയില്ല കൃഷ്ണേ. ഒന്നാമത്തെ കാര്യം, നിന്നേക്കാളും അമ്മയുമായിട്ട് അടുത്ത് നിന്നിരുന്നത് ഞാനാണ്. അമ്മയ്ക്ക് എന്നോടെങ്കിലും എപ്പോഴെങ്കിലും ഒന്ന് പറയാമായിരുന്നു, അമ്മയുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ജീവിതത്തിലെങ്കിലും അങ്ങനെയൊക്കെ വരാതെ നീ ശ്രദ്ധിക്കണേ എന്ന്. അങ്ങനെയൊന്നും അമ്മ പറഞ്ഞിരുന്നില്ല. അമ്മയുടെ ഈഗോ, അമ്മ എന്ന ഭാവം, അല്ലെങ്കിൽ വൈജയന്തി എന്നൊരു ഭാവം, അത് അമ്മയിൽ നിന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല. കൃഷ്ണമോൾക്ക് ബബിതയുടെ ഓരോ ചോദ്യത്തിനും തിരിച്ച് മറുപടി പറയാൻ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കാരണം ബബിത പറഞ്ഞതെല്ലാം അക്ഷരാർത്ഥം സത്യം തന്നെയാണെന്ന് കൃഷ്ണമോൾക്കും അറിയാം. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് മുറിക്ക് വെളിയിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന ബബിത കൃഷ്ണയോടായി പറഞ്ഞു, ഇനിയും കരഞ്ഞു വിളിച്ച് നിൻ്റെ മുൻപിലേക്ക് വന്നേക്കാം.
ഇനിയും നീ ആ ഫോൺ എടുത്ത് ചേച്ചിയെ വിളിക്കാനൊന്നും നിൽക്കണ്ട. ചേച്ചിക്ക് അതിനോടൊട്ടും താല്പര്യമില്ല. അത് നീ ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളായിരിക്കും. ബബിത അത് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയെങ്കിലും കൃഷ്ണമോൾക്ക് മനസ്സിൽ വല്ലാത്ത വിഷമം തോന്നി. തൻ്റെ അമ്മയുടെ മുഖം അവളുടെ മനസ്സിൽ നിന്ന് മാറുന്നുണ്ടായിരുന്നില്ല. ഫോണെടുത്ത് അലീനയെ വിളിക്കുകയാണ് കൃഷ്ണമോള് അലീനയെ വിളിച്ച് സംസാരിക്കുന്നതിനിടയിൽ തന്നെ കൃഷ്ണമോളുടെ മനസ്സിലെ വിഷമവും സംസാര രീതിയിലെ വ്യത്യാസവും അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. സ്കൂളിലെ വിശേഷങ്ങളും വീട്ടിൽ വന്നിട്ടുള്ള വിശേഷങ്ങളും എല്ലാം തന്നെ കൃഷ്ണമോള് അലീനയോട് വിശദീകരിച്ച് തന്നെ പറയുകയാണ്. സ്കൂളിൽ നിന്നും വീട്ടിലെത്തിയപ്പോൾ അമ്മ ബബിതയെ ചോദ്യം ചെയ്തുവെന്നും ബബിത അമ്മയോട് വളരെ കർശനമായി തന്നെ പഴയ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അമ്മയെ വല്ലാതെ വിഷമിപ്പിച്ചുവെന്നും കൃഷ്ണമോളെ പോലെ തന്നെ ഇതെല്ലാം കേൾക്കുന്ന അലീനയ്ക്കും വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. അലീന കൃഷ്ണമോളോട് ചോദിക്കുന്നുണ്ട്, അവൾ എന്തിനാണ് അമ്മയോട് അങ്ങനെയൊക്കെ സംസാരിക്കാൻ പോയത്? അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. ഇനിയും അവളോട് അമ്മയെ ഇങ്ങനെ പറഞ്ഞ് വിഷമിപ്പിക്കണ്ടെന്ന് പറഞ്ഞേക്കെ. ഒന്നാമത്തെ എല്ലാം കൂടി താങ്ങാനുള്ള കരുത്തൊന്നും ഒരു മനുഷ്യനും ദൈവം കൊടുത്തിട്ടില്ല മോളെ. ഇതിപ്പോൾ ഒരുപാടായില്ലേ. ഒന്നാമത്തെ കാര്യം, ഇങ്ങനെ ഒറ്റപ്പെട്ട പോലെയല്ലേ ഇപ്പോൾ ആൾ ജീവിച്ചു പോകുന്നത്. ആരും ശരിക്കും സംസാരിക്കാൻ പോലും ഇല്ലല്ലോ. ഇത്രയും കാലം നല്ല രീതിക്ക് പോയൊരു കുടുംബം ഞാൻ കാരണമല്ലേ ഇങ്ങനെയൊക്കെ ആയത്. അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. ചേച്ചി എന്തിനാ എപ്പോഴും ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചേച്ചിയെ തന്നെ ഇങ്ങനെ അടിച്ചമർത്തി സംസാരിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല ചേച്ചി. ഞാനിപ്പോൾ ചേച്ചിയോട് മറ്റൊരു കാര്യം പറയാനാണ് വിളിച്ചത്. അതെന്താ മോളെ? എന്താ മറ്റൊരു കാര്യം? ചേച്ചി, അത് പിന്നെ ഇപ്പോൾ കുറച്ച് മുമ്പ് അമ്മ എൻ്റെ റൂമിൽ വന്നിരുന്നു. അമ്മ എന്നോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു. എന്ത് കാര്യമാണ് അമ്മ മോളോട് ആവശ്യപ്പെട്ടത്? ചേച്ചി, അത് അമ്മയുടെ ആ അവസ്ഥയും അമ്മയുടെ ആ നിൽപ്പൊക്കെ കണ്ടിട്ട് എനിക്ക് വല്ലാത്ത വിഷമം തോന്നി ചേച്ചി. എനിക്ക് എന്ത് പറയണമെന്ന് പോലും വയ്യാതെയായി. എന്താ ഉണ്ടായത് ചേച്ചി? അത് പിന്നെ അതെ, വേറൊന്നുമല്ല, അമ്മയ്ക്ക് ചേച്ചിയോടൊന്ന് സംസാരിക്കണമെന്ന്. ചേച്ചി ഒന്ന് ഫോൺ ചെയ്ത് കൊടുക്കാമോ എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. അതെയോ? എന്നിട്ട് എന്താ ഉണ്ടായേ? അത് ഞാനും അമ്മയും കൂടി സംസാരിച്ച് നിൽക്കുന്നതിനിടയ്ക്ക് ഒന്നാമത്തെ ബബിതേച്ചി വല്ലാത്ത കലിപ്പിലായിരുന്നല്ലോ. അപ്പോൾ കറക്റ്റ് സമയത്ത് തന്നെ ബബിതേച്ചി കയറി വരികയും ചെയ്തു. എന്നെ ഒരുപാട് വഴക്കൊക്കെ പറഞ്ഞു. നീ എന്തിനാവശ്യമില്ലാത്ത കാര്യത്തിന് നിൽക്കുന്നേ? ചേച്ചിക്ക് അതൊന്നും ഇഷ്ടപ്പെടത്തില്ല. ചേച്ചി അമ്മ അവിടെ വന്നിട്ട് പോലും കാണാൻ കൂട്ടാക്കാത്ത ആളല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു ചേച്ചി. കൃഷ്ണമോള് ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവിടെ അലീനയിൽ നിന്നും ഒരു മറുപടിയും കേൾക്കാതെയായപ്പോൾ കൃഷ്ണമോള് വീണ്ടും അലീനയോട് ചോദിക്കുകയാണ്, ചേച്ചി, അമ്മ ഇനിയും എന്നോട് ഇത് ആവശ്യപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ എന്താ ചേച്ചി ചെയ്യേണ്ടത്? അവളുടെ ആ ചോദ്യത്തിനും അലീനയിൽ നിന്നും ഒരു മറുപടിയും ഉണ്ടായിരുന്നില്ല. കൃഷ്ണമോള് ഒരു വട്ടം കൂടി അലീനയോട് ചോദിക്കുന്നുണ്ട്, ചേച്ചി, അമ്മ വന്ന് ചോദിച്ചാൽ ഞാൻ ചേച്ചിക്ക് സംസാരിക്കാനായിട്ട് അമ്മയ്ക്ക് ഒന്ന് വിളിച്ചു കൊടുത്തോട്ടെ? ചേച്ചി അമ്മയോട് സംസാരിക്കുമോ? തുടർന്നുള്ള എപ്പിസോഡുമായി ഉടൻ തന്നെ ചാനലിൽ വരുന്നതായിരിക്കും. ചാനലും വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റിലൂടെ അറിയിക്കണേ.